എല്ലാവർക്കും നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാർക്കറ്റ് സ്ട്രക്ചർ, കമ്പോള ഘടനയെക്കുറിച്ച്. അപ്പോൾ നമുക്ക് അടുത്ത മാർക്കറ്റിലേക്ക് പോകാം. മൊണോപ്പൊളി മാർക്കറ്റ്, രണ്ടാമത്തെ മാർക്കറ്റ്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ 4 മാർക്കറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതുപോലെ എന്താണ് ഒളിഗോപൊളി. ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒഴികെ ബാക്കിയുള്ള മാർക്കറ്റുകളെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് അറിയപ്പെടും കേട്ടോ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതോടെ ഓർത്ത് വെച്ചേക്കണേ. ഇപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷൻ, ബാക്കി 3 എന്താണ്? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നറിയപ്പെടും. മനസ്സിലായില്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലാതെ ബാക്കിയുള്ള 3 ഏതൊക്കെയാണ്? മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. ദീസ് ആർ കാൾഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊണോപ്പൊളിയിലേക്ക് പോകാം. എന്താണ് മൊണോപ്പൊളി മാർക്കറ്റ്? നോക്കാം. A monopoly market exists when a single seller dominates the entire market for a specific product or service with no close substitutes available. ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മൊണോപ്പൊളി. എന്താ മൊണോപ്പൊളി മാർക്കറ്റ്? മൊണോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിയുടെ അർത്ഥം കുത്തക എന്നാണ് കേട്ടോ. കുത്തക കമ്പോളം എന്ന് പറയും. മൊണോപ്പൊളി മാർക്കറ്റ് എക്സിസ്റ്റ് when a single seller, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? when a single seller, ഒരേ ഒരു സെല്ലർ dominates the entire market, മൊത്തം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? സിംഗിൾ സെല്ലർ ആയിരിക്കും. ഇനി ഫോർ എ സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസ്, ആ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? ഫോർ എ സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഒരു സിംഗിൾ സെല്ലർ ആയിരിക്കും. എല്ലാ പ്രോഡക്ട്സിന്റെയും കൂടെ അല്ല കേട്ടോ. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എടുത്താൽ ആ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ സർവീസിന്റെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് സെല്ലേഴ്സ് ഒന്നും കാണില്ല, ഓൺലി വൺ സെല്ലർ ആയിരിക്കും. ഇനി ഇവര് വിൽക്കുന്ന പ്രോഡക്റ്റ് ഈ മൊണോപ്പൊളി മാർക്കറ്റിൽ സെല്ലറിനെ പറയുന്ന പേരാണ് മൊണോപ്പൊളിസ്റ്റ് എന്ന് പറയും കേട്ടോ. മൊണോപ്പൊളിസ്റ്റ്. ആ മൊണോപ്പൊളിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ. ഈ മാർക്കറ്റിൽ എന്തില്ല? വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ. വളരെ അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ടാകില്ല. ഇപ്പോൾ ഒരു കമ്പനി ബാഗ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ ബാഗ് നിർമ്മിക്കാൻ ഒരേ ഒരു കമ്പനി കാണൂ. വേറെ കമ്പനികളുടെ ബാഗ് ഒന്നും അവർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെ വരാൻ അനുവദിക്കുകയില്ല. ഇപ്പൊ കേരളത്തിൽ കിറ്റക്സിന്റെ ബാഗ് മാത്രം, കിറ്റക്സ് എന്ന കമ്പനിക്കാണ് മൊണോപ്പൊളി എന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ, ബാഗ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനുള്ള കുത്തക ഗവൺമെന്റ് ആർക്ക് കൊടുത്തിരിക്കുന്നു? മൊണോപ്പൊളി ആർക്ക് കൊടുത്തിരിക്കുന്നു? കിറ്റക്സ് എന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ വേറെ ഒരു കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ബാഗുമായിട്ട് കേരളത്തിലെ മാർക്കറ്റിലേക്ക് വരാൻ പറ്റില്ല. കിറ്റക്സ് എന്ന കമ്പനി നൽകുന്ന ബാഗ് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റൂ. അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അത് അവരുടെ ഇഷ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തില്ല? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. അതിന് പകരമായിട്ട് വേറെ വസ്തുക്കൾ, ബാഗിന്റെ യൂസേജ് ഉള്ള മറ്റു വസ്തുക്കളൊന്നും അവിടെ ഉണ്ടാവുകയും ഇല്ല. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവുകയും ഇല്ല. ഇതാണ് മൊണോപ്പൊളി. അപ്പോൾ മൊണോപ്പൊളി മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? സിംഗിൾ സെല്ലറാണ്. അവിടെ പോലെ ക്ലോസ്, അവരുടെ ഉൽപ്പന്നത്തിന് എന്തില്ല? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഉണ്ടാവുകയും ഇല്ല. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓർ അസംഷൻസ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അസംഷൻസും ഫീച്ചേഴ്സും പഠിച്ചതുപോലെ മൊണോപ്പൊളി മാർക്കറ്റിലെയും അസംഷൻസ് നോക്കാം നമുക്ക്. ഓൺലി വൺ പ്രൊഡ്യൂസർ ഓർ സിംഗിൾ സെല്ലർ. ഓൺലി വൺ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എന്താണ്? സിംഗിൾ സെല്ലറാണ്. ഓൺലി വൺ പ്രൊഡ്യൂസർ ഓർ സിംഗിൾ സെല്ലർ ഒരു ഫീച്ചറാണ്. ഓർക്കുക, രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കണം. അവിടെ എന്താണ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. ഇവിടെ ഓൺലി സിംഗിൾ സെല്ലർ. ബയേഴ്സ് ഒരുപാട് കാണും കേട്ടോ. അവിടെ ബയേഴ്സിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, സെല്ലർ സിംഗിൾ സെല്ലർ ആണ്. there is no distinction between firm and industry. ഇവിടെ ആരും തമ്മിൽ വ്യത്യാസമില്ല. ഫേമും ഇൻഡസ്ട്രിയും തമ്മിൽ വ്യത്യാസമില്ല. എന്താണ് എങ്ങനെ പറയുന്നത്? ഫേമും ഇൻഡസ്ട്രിയും തമ്മിൽ വ്യത്യാസമില്ല. കാരണം എന്താ? ഒരേ ഒരു ഫേമേ കാണൂ. അവര് ഇതിന്റെ പ്രോഡക്റ്റിനെ മൊത്തം ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യുന്ന അവർ തന്നെ ആയിരിക്കും. അപ്പോൾ ഫേമും ഇൻഡസ്ട്രിയും തമ്മിൽ വ്യത്യാസമില്ല. ഫേം തന്നെയായിരിക്കും ഇൻഡസ്ട്രി, ഇൻഡസ്ട്രി തന്നെയായിരിക്കും ഫേം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബാഗിൻ്റെ കാര്യം, അല്ലെങ്കിൽ ചപ്പലിൻ്റെ കാര്യം, ഷൂവിൻ്റെ കാര്യം, ഒരു ഷൂ കമ്പനി, ആ ഷൂ കമ്പനി എന്ന് പറയുന്നത്, അപ്പോൾ കേരളത്തിലൊരു ഷൂ കമ്പനിക്ക് മൊണോപ്പൊളി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ഷൂ ഇൻഡസ്ട്രി മൊത്തവും കൺട്രോൾ ചെയ്യുന്ന ആ ഒറ്റ ഫേം ആയിരിക്കും. അപ്പോൾ ഫേമും ഇൻഡസ്ട്രിയും സെയിം ആയിരിക്കും. ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഫേംസ് ആണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലേ? നമ്പർ ഓഫ് ഫേംസ്, ഒരുപാട് ഫേംസ് വരും. പക്ഷെ ഇവിടെ എന്താണ്? ഒരു ഐറ്റത്തിന്, ഒരു പ്രോഡക്റ്റിന് ഒരു ഫേമേ ഉള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയും ഫേമും എന്താണ്? സെയിം ആണ്. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇവിടുത്തെ പ്രോഡക്ട്സിന് എന്തില്ല? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല, അല്ലേ? അതിന് പകരമായിട്ട് ബദലായിട്ട് പ്രോഡക്ട്സുകളൊന്നുമില്ല. അപ്പം നമ്മുടെ മാർക്കറ്റിൽ നോക്കിയേ, ഒരു പ്രോഡക്റ്റിന് പകരം എന്താണ്? ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സുകൾ വേറെ പലതും ഉണ്ട്. പക്ഷേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാകില്ല. മൊണോപ്പൊളിസ്റ്റ് തരുന്ന പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് ഉപയോഗിച്ചോണം.
സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് പോയി മേടിക്കേണ്ടി വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്ട്സ് ഓഫ് ദ മൊണോപ്പൊളിസ്റ്റ് ഈസ് സീറോ. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്ട്സ് ഓഫ് എ മൊണോപ്പൊളിസ്റ്റ് ഈസ് സീറോ. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസും തമ്മിലുള്ള റേഷ്യോ ആണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ക്രോസ് ഇലാസ്റ്റിസിറ്റി മനസ്സിലായില്ലേ? അപ്പോൾ ഈ റിലേറ്റഡ് ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് റിലേറ്റഡ് ഗുഡ്സ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഇലാസ്റ്റിസിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന് പറയുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ആ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ എന്തായിരിക്കും? സീറോ. ഒരു മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ച് മൊണോപ്പൊളി മാർക്കറ്റിൽ സീറോയാണ്. കാരണം എന്താണ്? ഇവിടെ എന്തില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇല്ല. അതുകൊണ്ട് അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒന്നിൽ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിന് പകരം അതിന്റെ പ്രൈസ് കൂട്ടി, മൊണോപ്പൊളിസ്റ്റ് അതിന്റെ പ്രൈസ് കൂട്ടിയെന്ന് വെച്ചോ, നമുക്ക് അതിന് പകരമായിട്ട് വേറെ പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ ടീയുടെ പ്രൈസ് കൂടിയാൽ നമുക്ക് എന്തിലോട്ട് പോകാം? കോഫിയിലോട്ട് പോകാം, നമ്മുടെ മാർക്കറ്റ്, നിലവിലുള്ള മാർക്കറ്റിൽ. പക്ഷേ മൊണോപ്പൊളി മാർക്കറ്റിൽ ടീക്ക് പകരം ബദലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഇല്ല, കോഫിയൊന്നും വിൽക്കാൻ അവർ അനുവദിക്കത്തില്ല. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇല്ലാത്തതുകൊണ്ട് ക്രോസ് ഇലാസ്റ്റിറ്റി, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഇലാസ്റ്റിറ്റി ആണ് ക്രോസ് ഇലാസ്റ്റിറ്റി. ആ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അണ്ടർ മൊണോപ്പൊളി മാർക്കറ്റ് ഈ സീറോ. എന്തായിരിക്കും? സീറോ ആയിരിക്കും. നോക്ക്, ദ മൊണോപ്പൊളിസ്റ്റ് ഹാസ് പെർഫെക്റ്റ് കൺട്രോൾ ഓവർ ദ സപ്ലൈ ഓഫ് ഹിസ് കമ്മോഡിറ്റി. കാര്യം മൊണോപ്പൊളിസ്റ്റിന് അയാളുടെ കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ പെർഫെക്റ്റ് കൺട്രോൾ, പരിപൂർണമായ നിയന്ത്രണം ഉണ്ടായിരിക്കും. വേറെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. മൊണോപ്പൊളിസ്റ്റിന് പരിപൂർണമായ നിയന്ത്രണം അയാളുടെ കമ്മോഡിറ്റീസിന്റെ സപ്ലൈയിൽ ഉണ്ടായിരിക്കും. ദ മൊണോപ്പൊളിസ്റ്റ് ഈസ് എ പ്രൈസ് മേക്കർ. മൊണോപ്പൊളിസ്റ്റ് ആരാണ്? പ്രൈസ് മേക്കർ ആണ്, നോട്ട് പ്രൈസ് ടേക്കർ. നോക്കടേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വ്യത്യാസം കണ്ടോ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലേഴ്സ് ആരാണ്? പ്രൈസ് ടേക്കേഴ്സ് ആണെങ്കിൽ ഇവിടെ ആരാണ് മൊണോപ്പൊളിസ്റ്റ് എന്ന് പറയുന്നത്? മൊണോപ്പൊളി മാർക്കറ്റിൽ സെല്ലർ എന്ന് പറയുന്നത് പ്രൈസ് മേക്കർ ആണെന്ന് വെച്ചാൽ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? സെല്ലർ ആണ്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൈസ് ഡിസൈഡ് ചെയ്ത് ആരായിരുന്നു? മാർക്കറ്റ് ഫോഴ്സസ് ആണ്. അതുകൊണ്ട് അവരെ പ്രൈസ് ടേക്കേഴ്സ് എന്ന് വിളിച്ചു. ഇവിടെ മാർക്കറ്റ് ഫോഴ്സസ് അല്ല, മൊണോപ്പൊളിസ്റ്റ് ആണ്. അയാൾക്ക് തീരുമാനിക്കാം പ്രൈസ്, ഇഷ്ടമുള്ള പ്രൈസ് തീരുമാനിക്കാം. ഇനി മറ്റൊരു പ്രത്യേകത, ഹൈ ബാരിയേഴ്സ് ടു എൻട്രി. ഹൈ ബാരിയേഴ്സ് ടു എൻട്രി എന്ന് വെച്ചാൽ പുതിയ ഫേംസിന് കടന്നു വരാൻ പറ്റില്ല. ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട്, തടസ്സമുണ്ട്. പുതിയ ഫേംസിനൊന്നും വരാൻ പറ്റില്ല. കാര്യം മൊണോപ്പൊളി അല്ലേ, അവിടേക്ക് പുതിയ ഫേംസിനൊന്നും കടന്നു വരാൻ പറ്റില്ല. ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട്. പുതിയ ഫേംസിന്റെ കേസാണ് കേട്ടോ, ഫേംസിന് കടന്നു വരാൻ. പക്ഷേ അവിടെയാണെങ്കിലോ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഓർമ്മയുണ്ടോ? ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. എപ്പോൾ വേണമെങ്കിലും സെല്ലേഴ്സിന് മാർക്കറ്റിലേക്ക് കടന്നു വരാനും ഉൽപ്പാദനം നിർത്തി തിരിച്ചു പോകാനും സാധിക്കും. പക്ഷെ ഇവിടെ ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട്. ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഈ മൊണോപ്പൊളി മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ്ട് മൊണോപ്പൊളി മാർക്കറ്റ്. വില വിവേചനം എന്ന് പറയും. വില വിവേചനം, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, വില വിവേചനം എന്ന് പറയും. എന്താണ് ഈ വില വിവേചനം എന്ന് വെച്ചാൽ? അവിടെ ഡെഫിനിഷൻ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അതായത് നിങ്ങളൊരു മൊണോപ്പൊളിസ്റ്റ് ആണ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, കേരളത്തിൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മാത്രം കൺട്രോളിലാണെന്ന് കരുതുക. ഏതോ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളാണ് എൻ്റെ വില ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വില കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? വില കൂട്ടോ കുറയ്ക്കുമോ? നമ്മളാണെങ്കിൽ വില കൂട്ടും അല്ലേ? അപ്പോൾ എന്താണ്, സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വില അല്പം കുറച്ച് കൊടുക്കും. ഇനി നേരെ മറിച്ച് നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? വില കൂട്ടി വിൽക്കും അല്ലേ? വില എന്ത് ചെയ്യും? ഉയർന്ന വിലയ്ക്ക് വിൽക്കും. അപ്പോൾ എന്താണ്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണത്, വില വിവേചനമാണ്. നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് വില എന്താണ്? കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ മറ്റു സംസ്ഥാനത്ത് നിന്ന് ഒരാൾ നമ്മുടെ ഇവിടേക്ക് വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? വില കൂട്ടി വിൽക്കും. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾ വരുന്നു, വില കുറച്ച് കൊടുക്കും. അപ്പോൾ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്, വില വിവേചനം എന്ന് പറയുന്നത്, വില വിവേചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത കോസസ് ഓഫ് മൊണോപ്പൊളി, അതായത് വൈ മൊണോപ്പൊളി എക്സിസ്റ്റ്. എന്തുകൊണ്ട് മൊണോപ്പൊളി നിലനിൽക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കോസസ് ഓഫ് മൊണോപ്പൊളി, എന്തുകൊണ്ടാണ് മൊണോപ്പൊളി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കുത്തക കമ്പോളം വരാൻ കാരണം എന്താണ്? ഒന്ന്, ഓപ്പറേഷൻ ഓഫ് ലോ ഇൻ ദ കേസ് ഓഫ് പേറ്റന്റ് റൈറ്റ്സ് അല്ലെ? ഓപ്പറേഷൻ ഓഫ് ലോ ഇൻ ദ കേസ് ഓഫ് പേറ്റന്റ് റൈറ്റ്സ്, കോപ്പി റൈറ്റ്സ് എക്സെട്ര. ഓപ്പറേഷൻ ഓഫ് ലോ, ചില നിയമങ്ങളുടെ പ്രവർത്തനം. ഇൻ ദ കേസ് ഓഫ് ഏതൊക്കെയാണ്? പേറ്റന്റ് റൈറ്റ് കേട്ട് കാണുമല്ലോ. പേറ്റന്റ് റൈറ്റ് നിങ്ങൾ കൊമേഴ്സിലൊക്കെ പഠിച്ചു കാണും അല്ലേ? കോപ്പി റൈറ്റ്, പേറ്റന്റ് റൈറ്റ്,
ഇങ്ങനെയുള്ള റൈറ്റ്സുകൾ അത് നിയമം മൂലം അല്ലെ, നിയമം അനുശാസിക്കുന്നതാണ്, നിയമം മൂലമാണ് ഈ റൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ റൈറ്റ്സ് നിലനിൽക്കുന്നത് മൊണോപ്പൊളിക്ക് കാരണമാകും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ വികസിപ്പിച്ച്, പ്രത്യേകിച്ച് ഈ മരുന്ന് കമ്പനികളൊക്കെ എന്താണ്, അവർ പേറ്റന്റ് റൈറ്റ് എടുക്കും അല്ലേ. ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും, പേറ്റന്റ് റൈറ്റ് എടുക്കും. അപ്പോൾ അത് വേറൊരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറേ കാലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ഈ മരുന്ന് കമ്പനി ഇവരുടെ മാത്രമേ കാണത്തു. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ലേ വാക്സിൻ്റെ കാര്യത്തിലൊക്കെ എന്താണ്, നമുക്കിവിടെ 1-2 വാക്സിൻ മാത്രമല്ലേ കിട്ടിയുള്ളൂ. കുറേ എണ്ണം ഇമ്പോർട്ട് ചെയ്ത് നമുക്കിവിടെ എന്താണ് കോവാക്സിനോ മറ്റോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ അവർക്ക് എന്താണ് പേറ്റന്റ് റൈറ്റ് ഉണ്ട്. അപ്പോൾ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പേറ്റന്റ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആർക്കും അത് വികസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ മരുന്നിൻ്റെ ആവശ്യകത കൂടുമ്പോൾ, അല്ലെങ്കിൽ ആ മരുന്ന് ഇവർക്ക് മാത്രം, ആ കമ്പനിക്ക് പേറ്റന്റ് റൈറ്റ് എടുത്ത കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ മൊണോപ്പൊളി ആയില്ലേ. അതാണ് പേറ്റന്റ് റൈറ്റ്. അതുപോലെ കോപ്പി റൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമം മൂലം അത് നൽകിക്കഴിഞ്ഞാൽ കുത്തകയ്ക്ക് കാരണമാകും. ക്ലിയർ ആണല്ലോ. ഇനി ഗവൺമെന്റ് കൺട്രോൾ ബൈ ഗ്രാൻഡിങ് ലൈസൻസസ്, ഇമ്പോസിംഗ് ഫോറിൻ ട്രേഡ് റെസ്ട്രിക്ഷൻസ് എക്സെട്ര. ഗവൺമെന്റ്, ഇനി മറ്റ് മൊണോപ്പൊളി ഉണ്ടാകുന്ന മറ്റൊരു കാരണം, ഗവൺമെന്റ് കൺട്രോളിംഗ് ബൈ ഗ്രാൻഡിങ് ലൈസൻസസ്. ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്നതിലൂടെ, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലൂടെ, അതായത് ലൈസൻസ് കൊടുക്കുന്നതിലൂടെ, ഇമ്പോസിംഗ് ഫോറിൻ ട്രേഡ് റെസ്ട്രിക്ഷൻസ്, വിദേശ വ്യാപാരം നിയന്ത്രിക്കുന്നതിലൂടെ. ഇപ്പൊ ചില പ്രോഡക്ട്സിന്റെ ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെയും വിദേശത്തുള്ള പ്രോഡക്ട്സുകളുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന പ്രോഡക്ട്സ് നമ്മൾ ഗവൺമെന്റ് അങ്ങ് റെസ്ട്രിക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ മാത്രം ഇന്ത്യയിൽ ഉൽപ്പന്നം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കസ്റ്റമേഴ്സിന് എന്തേ പറ്റൂ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങാനുള്ള പോസിബിലിറ്റി. നേരത്തെ ആണെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഫോറിൻ ഗുഡ്സ്, അപ്പോൾ ഇവർ വില കൂട്ടാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഗവൺമെന്റ് ചില പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യും, റെസ്ട്രിക്ട് ചെയ്യും. ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യും, ഫോറിൻ ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഇറക്കുമതി ഇല്ലാതെ വരും. പിന്നെ ഇന്ത്യയിൽ ഒരു കമ്പനിയേ ഉള്ളൂ എങ്കിൽ അവരുടെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ 2 കമ്പനികളുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവരുടെ പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റൂ. അപ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ ഒരു മൊണോപ്പൊളിയായി മാറിയില്ലേ, അത് കുത്തകയായി മാറി. അതുപോലെ ലൈസൻസ്, ചില പ്രോഡക്റ്റുകൾക്ക് അവർക്ക് മാത്രം, ചില പ്രത്യേക കമ്പനികൾക്ക് മാത്രം ലൈസൻസ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതൊക്കെ മൊണോപ്പൊളിക്ക് കാരണമാകും. ഇനി എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് എ പർട്ടിക്കുലർ ടെക്നോളജി. ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി വികസിപ്പിച്ചു ഒരു കമ്പനി, ആ ടെക്നോളജിയെ കുറിച്ചുള്ള നോളജ് ആ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുത്തക, അല്ലെങ്കിൽ ആ ടെക്നോളജി വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിലുള്ള കുത്തക, അല്ലെങ്കിൽ ആ ടെക്നോളജിയുടെ കുത്തക ആർക്കായിരിക്കും, ആ വികസിപ്പിച്ച കമ്പനിക്ക്. അപ്പോൾ വേറെ ആർക്കും അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് അത് കിട്ടുന്നവർ വരെ, ആ അറിവ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് വരെ ആ ടെക്നോളജിയുടെ, അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ കുത്തക ആർക്കായിരിക്കും, അത് വികസിപ്പിച്ച കമ്പനിക്കായിരിക്കും അല്ലേ. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ മൊണോപ്പൊളി സൃഷ്ടിക്കുകയാണ്. അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വാങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ, അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങേണ്ടി വരും. പിന്നീടാണ് അറിയുന്നത് ടെക്നോളജി മറ്റുള്ളവരൊക്കെ വികസിപ്പിച്ച് കോമ്പറ്റീഷൻ വരുമ്പോൾ എന്താണ്, നമ്മൾ മേടിച്ചതിൻ്റെ ചിലപ്പോൾ 10% വില പോലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരത്തില്ല. മനസ്സിലായില്ലേ. കാര്യം അതുവരെ എന്താണ്, ഇതിൻ്റെ ടെക്നോളജി നമുക്ക് വേറെ ആർക്കും അവയർനെസ് ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുത്തകയിലേക്ക് വഹിക്കും. ഇനി എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് സ്ട്രാറ്റജിക് റോ മെറ്റീരിയൽസ്. എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ, അല്ലെ, പരിപൂർണമായ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും എന്തിൻ്റെ, ഓഫ് സ്ട്രാറ്റജിക് റോ മെറ്റീരിയൽസ്. ചില തന്ത്രപ്രധാനമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട്, ചില പ്രത്യേക റോ മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മുടെ ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, അതുപോലെ ഫ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിൽ റോ മെറ്റീരിയൽസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് അതിൻ്റെ ആ റോ മെറ്റീരിയൽസ് അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതി, അല്ലെങ്കിൽ അവരാണ് ഇത് വികസിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ കുത്തക അവർക്കല്ലേ. അതാണ് സ്ട്രാറ്റജിക് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില റോ മെറ്റീരിയൽസിൻ്റെ ഓണർഷിപ്പും കൺട്രോളും ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിക്ക് മാത്രമാണുള്ളത്, അല്ലെങ്കിൽ പ്രത്യേക വ്യക്തിക്ക് മാത്രമാണുള്ളതെങ്കിൽ അതിൻ്റെ കുത്തക അവർക്കായിരിക്കും. അത് പിന്നെ അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ വാങ്ങേണ്ടി വരും. മനസ്സിലായിരുന്നു, കാര്യം നമുക്ക് അത്യാവശ്യമായിരിക്കും. അപ്പോൾ അതാണ് എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് സ്ട്രാറ്റജിക് മെറ്റീരിയൽസ്. ഈ ഒരു കാര്യത്തിലും എന്ത് എക്സിസ്റ്റ് ചെയ്യും, മൊണോപ്പൊളി എക്സിസ്റ്റ് ചെയ്യും. ഇനി മറ്റൊന്ന്, ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ ഇക്കോണമീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇക്കോണമീസ് ഓഫ് സ്കെയിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഈ പ്രൊഡക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ്റെ ബെനിഫിറ്റ് ആണ് ഇക്കോണമീസ് എന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ വരുന്ന കമ്പനികളെല്ലാം എന്താണ്, ലാർജ് സ്കെയിൽ കമ്പനികളാണ് വരുന്നത്. അപ്പോൾ ഇവരെന്താണ് ബൾക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ ഇവർക്കൊരു എക്സസ് കപ്പാസിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു എക്സസ് കപ്പാസിറ്റി ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് കുറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദനം നടത്താൻ പറ്റും. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നടത്തുന്ന കമ്പനികൾക്ക് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വില കുറച്ച് കൊടുക്കാം, മറ്റുള്ള കമ്പനികളെക്കാൾ വില കുറച്ച് വിൽക്കാൻ പറ്റും.
ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ജിയോ വന്ന സമയത്ത് അല്ലേ, ജിയോ എത്രയോ വർഷമല്ലേ, 1 വർഷം 1.5 വർഷം കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇപ്പം നമ്മുടെ കയ്യിലെല്ലാം ഒരുവിധപ്പെട്ട ആളുകളുടെ കയ്യിലെല്ലാം എന്തുണ്ട്, ജിയോ സിമ്മാണ്. ഇപ്പോൾ പിന്നീട് മാറിയെങ്കിലേ ഉള്ളൂ, എങ്കിലും ഒരുവിധപ്പെട്ട ആളുകളുടെ കയ്യിലെങ്കിലും മറ്റ് സിമ്മിനോടൊപ്പം എന്തുകൊണ്ട് നമ്മുടെ മൊബൈലിൽ ജിയോയും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ജിയോയിലേക്ക് നമ്മൾ മാറിയത്? ആ ജിയോ ഈ റിലയൻസ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് ഇത് തന്നു നെറ്റും തന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായിട്ട് നമ്മളെല്ലാവരും മേടിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തു, പിന്നെ എന്താണ് കുറച്ച് റേറ്റിന് തന്നു. എന്തുകൊണ്ടാണ്? അവർ ലാർജ് സ്കെയിൽ ഓപ്പറേഷനുള്ള കമ്പനി ആയതുകൊണ്ട്. ചെറിയൊരു ഫേമിനാണെങ്കിൽ പറ്റുമായിരുന്നോ? പറ്റില്ല. മറ്റ് കമ്പനികൾ അതുപോലെ ചെയ്യുമത്. അവർ നഷ്ടം സഹിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, ലാർജ് സ്കെയിൽ കമ്പനി ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് വളരെ പെട്ടെന്ന് മാർക്കറ്റ് പിടിച്ചെടുത്ത്. പിന്നീട് വന്നപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഇവർ വില റേറ്റ് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് കൂട്ടിയില്ലേ അവർ. നേരത്തെ അവർ സഹിച്ച നഷ്ടം കൂടി അവരെന്ത് ചെയ്തു? ഇതിനകത്ത് കവർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം മറ്റുള്ള ചെറിയ ഫേംസിന് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ മറ്റ് കമ്പനികൾ മറ്റ് പ്രോഡക്ട്സുമായിട്ട് വരുമ്പോൾ ഇവർ വില കുറച്ച് കുറേ കാലത്തേക്ക് ഇങ്ങനെ കൊടുക്കും. അവർക്ക് എന്താണ്, കുറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കാര്യം ലാർജ് സ്കെയിൽ കമ്പനിയാണ്. അല്ലെങ്കിൽ ഇവർക്ക് മറ്റൊരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എടുത്ത് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ സ്മാൾ സ്കെയിൽ കമ്പനീസിന് പറ്റൂ. അങ്ങനെ മറ്റുള്ള കമ്പനികളൊക്കെ പതുക്കെ ഷട്ട് ഡൗൺ പോകേണ്ടി വരും. പിന്നെ അവസാനം ആരെ കാണൂ? ഈ പറയുന്ന ലാർജ് സ്കെയിൽ കമ്പനിയെ കാണും. പിന്നെ അവർക്ക് എന്ത് വരും? മൊണോപ്പൊളി വരും. പിന്നെ അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ മേടിക്കേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന അവസ്ഥ. ഇപ്പം നമുക്ക് തന്നെ അറിഞ്ഞൂടെ, നമ്മളെല്ലാവരും ബൈക്കും കാറും എടുത്തുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അല്ലേ, തക്കാളിക്ക് 15 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്ക് കണ്ടിട്ടില്ലേ. ഏതെങ്കിലും 1-2 പ്രോഡക്റ്റിന് മാത്രമാണ് ഓഫർ ഉള്ളത്. ഇത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ഓടും. അവിടെ ഓടിച്ചെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പ്രോഡക്ട്സുകൾ നമ്മൾ അവിടെ മേടിക്കും. കാര്യം എന്താണ്? എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും നമ്മളെ കൊണ്ട് അവർ മേടിപ്പിക്കും മീൻസ് നമ്മൾ ആകർഷിച്ച് മേടിപ്പിക്കും. അങ്ങനെ നമ്മളെ പൈസ മൊത്തവും അവർ കൊണ്ടുപോകും. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ഈ ചെറുകിട കച്ചവടക്കാർ, നമ്മുടെ നാട്ടിൻപുറത്തെ കച്ചവടക്കാർ പലരും ഇപ്പം നഷ്ടത്തിലാണ്, പലരും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4-5 വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം, നമ്മുടെ പരിസരത്തെ ചെറുകിട കച്ചവടക്കാർ ആരും കാണത്തില്ല. അവരെല്ലാം തുണിക്കടയാണെങ്കിലും അതുപോലെ പിന്നെ എന്താണ് ഈ പലവ്യഞ്ജന സാധനങ്ങളുടെ ഷോപ്പുകളാണെങ്കിലും എല്ലാം അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറിൻ്റെ പിറകെ പോകുന്നത്? നമ്മൾ അവിടെ ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോണം, ഇനി പ്രൈസ് എന്ത് ചെയ്യും? അവർ ഇപ്പോഴത്തെ ഇരട്ടി പ്രൈസ് അവർ ഈടാക്കും. നമുക്ക് തിരിച്ചെങ്ങോട്ട് വരാനും പറ്റില്ല, ചെറുകിട കച്ചവടക്കാരിലേക്ക് വരാൻ പറ്റില്ല, അവർ കാണത്തില്ല. ഇതാണ് നടക്കുക. ഇതുപോലെയാണ് പല കമ്പനികളും ചെയ്യുന്നത്. ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. അതായത് ലാർജ് സ്കെയിൽ ഓപ്പറേഷനിലൂടെയുള്ള ബെനിഫിറ്റും എന്തിലേക്ക് നയിക്കുന്നു? മൊണോപ്പൊളിയിലേക്ക് നയിക്കുന്നു. ഐഡിയ പിടികിട്ടി കാണുമെന്ന് കരുതും. അപ്പോൾ ഇതാണ് ഈ കോസസ് ഓഫ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. അടുത്ത് നോക്ക്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് പറഞ്ഞു, ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. നോക്കേ, വില വിവേചനം എന്ന് പറയുന്നത്, അതായത് മൊണോപ്പൊളി മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് നോക്കിയേ? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദ ആക്ട് ഓഫ് സെല്ലിംഗ് the same commodity at different prices to different consumers. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദ ആക്ട് ഓഫ് സെല്ലിംഗ് അല്ലേ. വിൽപ്പനയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് വിൽക്കുന്നത്? സെയിം കമ്മോഡിറ്റി, ഒരേ കമ്മോഡിറ്റി അറ്റ് ഡിഫറെന്റ് പ്രൈസസ് ടു ഡിഫറെന്റ് കൺസ്യൂമേഴ്സ്. വ്യത്യസ്ത കൺസ്യൂമേഴ്സിന് വ്യത്യസ്ത വിലയ്ക്ക് സെയിം കമ്മോഡിറ്റി വിൽക്കുന്നു. മനസ്സിലായില്ലേ? ഈ ആക്ടിനെ പറയുക, ആക്ട് ഓഫ് സെല്ലിങ്ങിനെ പറയുന്ന പേരാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. മനസ്സിലായില്ലേ? വിവേചനം എന്ന് പറയും, വില വിവേചനം എന്ന്. നമ്മൾ വിവേചനം കാണിക്കുക എന്ന് പറയത്തില്ല, അത് തന്നെയാണ്. മൊണോപ്പൊളിസ്റ്റ് അയാൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് അയാളുടെ ഉൽപ്പന്നം ഇഷ്ടമുള്ള കൺസ്യൂമേഴ്സിന് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഈ വില വിവേചനം പലതരത്തിലുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, വിവിധ തരത്തിലുള്ള വില വിവേചനങ്ങൾ. നോക്കിയേ, ഒന്ന് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. ഒന്നെന്താണ്ടേ? പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. എന്താണ് ഈ പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ? പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്ടേ? നോക്കാം. പേഴ്സണലി ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷനെയാണ് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ, ഒരാൾക്ക് പേഴ്സണലി, ഒരു മാർക്കറ്റിൽ പേഴ്സണലി ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻ. നോക്ക്, വെൻ ദ മൊണോപ്പൊളിസ്റ്റ് ചാർജസ് ഡിഫറെന്റ് കൺസ്യൂമേഴ്സ് ഡിഫറെന്റ് പ്രൈസസ്, ഡിസ്ക്രിമിനേഷൻ ബിക്കംസ് പേഴ്സണൽ. അപ്പൊ എന്താണ്? വെൻ ദ മൊണോപ്പൊളിസ്റ്റ് ചാർജസ് ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ഡിഫറെന്റ് പ്രൈസസ്, ഡിസ്ക്രിമിനേഷൻ ബിക്കംസ് പേഴ്സണൽ. അതായത് ഒരു മാർക്കറ്റിൽ വരുന്ന, അയാളുടെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സ്, വ്യത്യസ്തരായ കസ്റ്റമേഴ്സിന് വ്യത്യസ്ത വിലയ്ക്ക് ഒരു സെയിം പ്രോഡക്റ്റ് വിറ്റാൽ അത് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനിഷനിലുള്ളത് തന്നെയാണ്. ഇനിയുണ്ട് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. പ്ലേസ്, സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ. നോക്കുക എന്താണെന്ന്.
When a monopolist sells his commodities to different markets at different prices, the discrimination is called price discrimination. അതായത് വ്യത്യസ്ത മാർക്കറ്റുകളിൽ വ്യത്യസ്ത വിലയ്ക്ക്, നേരത്തെ വ്യത്യസ്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത കസ്റ്റമേഴ്സിന് വ്യത്യസ്ത വിലയ്ക്ക് വിറ്റു, അത് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. പ്ലേസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? ഡിഫറൻറ്റ് മാർക്കറ്റ്സിന് ഡിഫറൻറ്റ് പ്രൈസിന് കൊടുക്കുന്നു. മാർക്കറ്റ് അല്ലേ, ഡിഫറൻറ്റ് മാർക്കറ്റ്സിന് ഡിഫറൻറ്റ് പ്രൈസിന് വിൽക്കുകയാണെങ്കിൽ അതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വില കൂട്ടിയും ഫോറിൻ മാർക്കറ്റിൽ വില കുറച്ചും വിൽക്കുക. ഇപ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? മൊണോപ്പൊളി മാർക്കറ്റിൽ ഒരു കമ്പനി ഇന്ത്യക്കകത്ത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വില കൂട്ടി വിൽക്കുന്നു, ഫോറിൻ മാർക്കറ്റിൽ വില കുറച്ച്. കാര്യം ഫോറിൻ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ട്, അതുകൊണ്ട് വില കുറച്ച് വിൽക്കും. ഇവിടെ എന്ത് ചെയ്യും? വില കൂട്ടിയും വിൽക്കും. കാര്യം ഇവിടെ എന്ത് കോമ്പറ്റീറ്റീവ്സ് ഇല്ല, മൊണോപ്പൊളിയാണ്. ഫോറിൻ മാർക്കറ്റിൽ മൊണോപ്പൊളി കാണില്ല, കോമ്പറ്റീറ്റീവ്സ് ഉണ്ട്, അതുകൊണ്ട് അവർ വില കുറച്ച് വിൽക്കും മാർക്കറ്റ് പിടിക്കാൻ. ഇവിടെ വില കൂട്ടി വിൽക്കും. അപ്പോൾ എന്താണ്? ഡിസ്ക്രിമിനേഷൻ അല്ലേ അത്? ഇറ്റ് ഈസ് കാൾഡ് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. ഇനിയുണ്ട് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ ഓർ യൂസ് ഡിസ്ക്രിമിനേഷൻ. ട്രേഡ് ഡിസ്ക്രിമിനേഷൻ, അപ്പോൾ പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ, പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. മൂന്നാമത്തെ എന്താണ്? ട്രേഡ് ഡിസ്ക്രിമിനേഷൻ ഓർ യൂസ് ഡിസ്ക്രിമിനേഷൻ. എന്താണത്? ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ പ്രൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസ് ടു വിച്ച് ദ പ്രോഡക്റ്റ് ഈസ് പുട്ട് ടു. അതായത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ദ പ്രൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസ് ടു വിച്ച് ദ പ്രോഡക്റ്റ് ഈസ് പുട്ട് ടു. അതായത് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ഉപയോഗം അനുസരിച്ച് അതിനകത്ത് ഏർപ്പെടുത്തുന്ന ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ ഓർ യൂസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ്ട് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ പ്രൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസ് ടു വിച്ച് ദ പ്രോഡക്റ്റ് ഈസ് പുട്ട് ടു. അല്ലേ, ആ പ്രോഡക്റ്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഉപയോഗം വളരെയധികം ഉപയോഗമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഉയർന്ന വില ഈടാക്കുകയും ഉപയോഗം കുറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ കുറഞ്ഞ വില ഈടാക്കുകയും ചെയ്യുന്ന വെച്ചാൽ ഉപയോഗത്തിനനുസരിച്ചുള്ള ആ വില നിശ്ചയിക്കൽ, ഉപയോഗത്തിനനുസരിച്ച് നീക്കുക. അപ്പോൾ അതാണ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ ഓർ യൂസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്ക്രിമിനേഷൻ ഓർ യൂസ് ഡിസ്ക്രിമിനേഷൻ. ഇനി അപ്പോൾ ഇത്രയുമാണ് 3 തരത്തിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എ മൊണോപ്പൊളി ഫേം ഫേസസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ? ഹൊറിസോണ്ടൽ ലൈൻ ടു എക്സ് ആക്സിസ്. ഹൊറിസോണ്ടൽ ലൈൻ ടു എക്സ് ആക്സിസ്. പാരലൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് അല്ലെങ്കിൽ പാരലൽ സ്ട്രൈറ്റ് ലൈൻ ടു എക്സ് ആക്സിസ്. എവിടെ? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇവിടെയാണെങ്കിലോ, മൊണോപ്പൊളി ഫേമിലാണെങ്കിലോ, മൊണോപ്പൊളി ഫേം ഫേസസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. മൊണോപ്പൊളി ഫേം എന്ത് ഫേസ് ചെയ്യുന്നു? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പോലെയല്ല, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവ് ഈസ് ആൾസോ ആൻ AR കർവ്. ഇവിടുത്തെ ഡിമാൻഡ് കർവ് എന്ത് കൂടിയാണ്? AR കർവ് കൂടിയാണ്. അവിടെയാണെങ്കിലോ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഓർമ്മയുണ്ടോ? ഡിമാൻഡ് കർവ്, പ്രൈസ് ലൈൻ, AR കർവ്, MR കർവ് ആൾ ആർ സെയിം. ഒറ്റ കർവ് തന്നെയാണ്. ഇവിടെ എന്താണ്? ഇവിടെ രണ്ടെണ്ണമേ സെയിം ആയിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഡിമാൻഡ് കർവും AR കർവും സെയിം ആണ്. അതിന്റെ ഷേപ്പ് ചോദിച്ചാൽ പറയുക ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് AR കർവ്. ഇനി ഇൻ ദ മൊണോപ്പൊളി മാർക്കറ്റ് AR ആൻഡ് MR ഡിമിനിഷ്. AR ഉം MR എന്ത് ചെയ്യുന്നു? ഡിമിനിഷ് ചെയ്യുന്നു. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ AR ഉം MR ഉം കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ AR ഉം MR മൊണോപ്പൊളി മാർക്കറ്റിൽ ഡിമിനിഷ് ചെയ്യുന്നു. ആൻഡ് MR വിൽ ബി ലോവർ ദാൻ AR. MR ഏതിനേക്കാൾ താഴെ ആയിരിക്കും? ഏതിനേക്കാൾ കുറവായിരിക്കും? AR-നേക്കാൾ കുറവും ആയിരിക്കും. ദാ ഞാൻ വരച്ച് കാണിച്ചു തരാം. ദാ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലേ? ഇതാണ് AR കർവ്. മൊണോപ്പൊളി മാർക്കറ്റിലെ AR കർവ്. അത് തന്നെയാണ് എന്ത്? ഡിമാൻഡ് കർവ്, DD. ഡിമാൻഡ് കർവും ഇത് തന്നെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇനി ഇതാ MR കർവ്. MR കർവ് ഇത് അതും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷേ ലോവർ ദാൻ AR കർവ്. MR ഏതിനേക്കാൾ താഴെ ആയിരിക്കും? മൊണോപ്പൊളി മാർക്കറ്റിൽ AR-നേക്കാൾ താഴെ ആയിരിക്കും. MR വിൽ ബി ലോവർ ദാൻ AR. അല്ലെങ്കിൽ MR കർവ് ലൈസ് ബിലോ ദ AR കർവ്. അങ്ങനെ ആ പോയിന്റ് ഒക്കെ എടുത്ത് ചോദിക്കുക. MR കർവ് ലൈസ് ബിലോ ദി AR കർവ് ഇൻ ദ മൊണോപ്പൊളി മാർക്കറ്റ്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എന്താണ്? എല്ലാം സെയിം ആണ്, എല്ലാം ഒറ്റ കർവാണ് അല്ലേ? പക്ഷെ ഇവിടെ AR ഉം MR ഉം ഡിഫറൻ്റ് ആണ്. പക്ഷേ AR ഉം ഡിമാൻഡ് കർവും സെയിം ആണ്. ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകാൻ കാരണം എന്താണ്? നമ്മൾ നോർമൽ ഡിമാൻഡ് കർവ് പഠിക്കുമ്പോൾ എന്താണ് പഠിക്കുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലേ? കാരണം എന്താണ്? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ. ഇവിടെയും അത് തന്നെയാണ്, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ. കാരണം ഈ മൊണോപ്പൊളിസ്റ്റ് ആണ്. മൊണോപ്പൊളിസ്റ്റിന് കൂടുതൽ വിൽക്കണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? വില കുറയ്ക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ആളുകളെ കൊണ്ട് കൂടുതൽ വാങ്ങിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? വില കുറയ്ക്കേണ്ടി വരും. വില കുറച്ചാൽ മാത്രമേ കൂടുതൽ വിൽക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്ക് കൂടുതൽ വിൽക്കണമെങ്കിൽ, കൂടുതൽ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ, ആളുകളെ കൊണ്ട് ഡിമാൻഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? വില കുറയ്ക്കേണ്ടി. ഇപ്പോൾ ഹൈ പ്രൈസ് ഈടാക്കിയാൽ
നമ്മൾ മേടിക്കുന്ന സാധനത്തിന്റെ അളവ് കുറവായിരിക്കും. ഇനി കൂടുതൽ സാധനങ്ങൾ ആളുകൾ മേടിക്കണമെങ്കിൽ വില കുറയ്ക്കേണ്ടി വരിക. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ അല്ലേ? അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ AR കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് അണ്ടർ മൊണോപ്പൊളി. നമ്മൾ എവിടെ പഠിച്ചു? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ പഠിച്ചില്ല? ഓർമ്മയുണ്ടോ? P is equal to MC. MC curve should cut MR curve from below. In the short run, price must be greater than or equal to AVC. In the long run, price must be greater than or equal to LRIC. പഠിച്ചോർക്കുന്നുണ്ടോ? ഇവിടുത്തെ കണ്ടീഷൻ നോക്ക്. MC is equal to MR. MC MR എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അവിടെയും ഇതേ കണ്ടീഷൻ തന്നെയാണ്. MC MR പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ കണ്ടീഷൻ വരുന്നുണ്ട്. എന്താ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ P is equal to അല്ലെ MC എന്ന് വന്നു. P is equal to MC. P എന്താണ്? MR ആണ്. പ്രൈസ് ലൈൻ. പ്രൈസ് എന്തിന് തുല്യമാണ്? MR ആണ്. പ്രൈസ് ലൈൻ AR MR ഡിമാൻഡ് കർവ് എല്ലാം സെയിം അല്ലേ? അപ്പൊ P എന്ന് പറയുന്നത് എന്തുകൂടിയാണ് അവിടെ? MR. അവിടെ MR is equal to MC എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പൊ MC is equal to MR. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മൊണോപ്പൊളി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ MC MRഉം ഈക്വൽ ആയിരിക്കണം. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവും ഈക്വൽ ആയിട്ട് വരണം. ഇനി MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അത് പറഞ്ഞില്ലേ? MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. എല്ലാ മാർക്കറ്റിലും സെയിം കണ്ടീഷൻ തന്നെ. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. ഇനി ഇതാണ് രണ്ട് കണ്ടീഷനെ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ MC is equal to MR. MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കണ്ടീഷൻ എവിടെയുണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ഉണ്ട്. അവിടെ അഡീഷണൽ ആയിട്ട് രണ്ട് കണ്ടീഷൻ കൂടി ഉണ്ട്, ഷോർട്ട് റണ്ണും ലോങ് റൺ. അതുകൂടെ ഓർത്തിരിക്കുക. ഇവിടെ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും സെയിം കണ്ടീഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു പറയാത്തത് കേട്ടോ മൊണോപ്പൊളിയിൽ. ഇനി നോക്ക്, എ മൊണോപ്പൊളിസ്റ്റ് മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണെങ്കിലോ ഷോർട്ട് റണ്ണിൽ അവർക്ക് എന്താണ്? ഇൻ ദ ഷോർട്ട് റൺ എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസ്. നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഷോർട്ട് പീരീഡിൽ ഒന്നുകിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീവ്. അവിടെ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് എവിടെയാണ്? ലോങ് പീരീഡിലാണ്. പക്ഷേ ഇവിടെ നോക്ക്, എ മൊണോപ്പൊളിസ്റ്റ് മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ. ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഇവർക്ക് എന്തായിരിക്കും കിട്ടുക? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുന്നു, വലിയ അല്ലേ ഓവർ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അപ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയും കേട്ടോ. കാര്യം എന്താണ്? ഇവിടെ മൊണോപ്പൊളി അല്ലേ? ഷോർട്ട് റൺ ആണെങ്കിലും ലോങ് റൺ ആണെങ്കിലും ഇവർക്ക് മൊണോപ്പൊളി ഉണ്ട്, അതുകൊണ്ട് കുത്തകയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഇവർക്ക് എന്താണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുക. സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഡംപിങ്. മൊണോപ്പൊളിയുമായി ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റ് ആണ് ഡംപിങ് എന്ന് പറയും. എന്താണ് നോക്കി, ദ പ്രാക്ടീസ് ഓഫ് സെല്ലിംഗ് അറ്റ് ഹൈ പ്രൈസ് ഇൻ ദ ഹോം മാർക്കറ്റ് ആൻഡ് അറ്റ് എ ലോ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഈസ് നോൺ ആസ് ഡംപിങ്. അപ്പൊ എന്താണ് ഡംപിങ്? ദ പ്രാക്ടീസ് ഓഫ് സെല്ലിംഗ് അറ്റ് എ ഹൈ പ്രൈസ് ഇൻ ദ ഹോം മാർക്കറ്റ് ആൻഡ് ലോ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഈസ് നോൺ ആസ് ഡംപിങ്. നമ്മൾ മൊണോപ്പൊളിയിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു, പ്ലേസ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞില്ലേ? പ്ലേസ് ഡിസ്ക്രിമിനേഷൻ അതിൽ പറയുന്നത് എന്താണ്? ഓരോ മാർക്കറ്റിൽ അല്ലേ, മാർക്കറ്റ് അനുസരിച്ച് വ്യത്യസ്ത വിലയ്ക്കാണ് മൊണോപ്പൊളിസ്റ്റ് വിൽക്കുന്നത്. അതാണ് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. പ്ലേസ് ഡിസ്ക്രിമിനേഷൻ അത് തന്നെയാണ് ഡംപിങ് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ മാർക്കറ്റിൽ വില കുറച്ചും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വില കൂട്ടിയും മൊണോപ്പൊളിസ്റ്റുകൾ വിൽക്കാറുണ്ട്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡംപിങ്. ഡംപിങ് ദ പ്രാക്ടീസ് ഓഫ് സെല്ലിംഗ് അറ്റ് ഹൈ പ്രൈസ് ഇൻ ദ ഹോം മാർക്കറ്റ് ആൻഡ് ലോ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ലോ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഈസ് നോൺ ആസ് ഡംപിങ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡംപിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കുക, ബെനിഫിറ്റ്സ് ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ്, മൊണോപ്പൊളി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ നോക്ക്. ഒന്ന്, ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ് കമ്പനിക്കും ഇക്കോണമിക്കും ഉണ്ടാകുന്നു. ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. രണ്ട്, സർവൈവൽ ഡ്യൂറിങ് ഡിപ്രഷൻ. ഡിപ്രഷൻ സമയത്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്നു. കാര്യം മൊണോപ്പൊളിയാണ്, കോമ്പറ്റീഷൻ ഒന്നുമില്ല. അതുകൊണ്ട് സർവൈവൽ ഡ്യൂറിങ് ഡിപ്രഷൻ, ഡിപ്രഷൻ സമയത്തും ആ കമ്പനിക്ക് നിലനിന്ന് പോകാൻ പറ്റും. കാരണം ആൾറെഡി ഇവരെന്താണ്? ഹൈ പ്രൈസ് ഈടാക്കുന്നവരാണ്. അതുകൊണ്ട് ഡിപ്രഷൻ സമയത്തും നിലനിന്ന് പോകാൻ പറ്റും. കാരണം എന്താണ്? ഇവർക്ക് പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ആളുകൾക്ക് ഇവരുടെ പ്രോഡക്റ്റ് എസെൻഷ്യൽ ഗുഡ്സ് ആണെങ്കിൽ മേടിച്ചേ പറ്റൂ. അപ്പോൾ ഡിപ്രഷൻ സമയത്ത് ഇവർക്ക് നിലനിന്ന് പോകാൻ പറ്റും. വിത്ത്സ്റ്റാൻഡ് ഫോറിൻ കോമ്പറ്റീഷൻ. എന്തിനെതിരെ പിടിച്ചു നിൽക്കുന്നു? ഫോറിൻ കോമ്പറ്റീഷൻ. വിത്ത്സ്റ്റാൻഡ് ഫോറിൻ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ
ഫോറിൻ കോമ്പറ്റീഷൻ ഇല്ല, മൊണോപ്പൊളി അല്ലേ, അപ്പോൾ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും ഒരു എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ എതിർത്ത് മുന്നോട്ട് പോകുന്നു. ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് എക്സ്പാൻഷന് സൗകര്യമൊരുക്കുന്നു. കാരണം എന്താണ്, ഇവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും. അപ്പോൾ അവർ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നു, ആ കമ്പനി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഷന് സഹായിക്കുന്നു. എസെൻഷ്യൽ ഫോർ പബ്ലിക് യൂട്ടിലിറ്റീസ്, ഈ മൊണോപ്പൊളി എന്ന് പറയുന്നത് എന്തിന് അത്യാവശ്യമാണ്? ഫോർ പബ്ലിക് യൂട്ടിലിറ്റീസിന്. എസെൻഷ്യൽ ഫോർ പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇത് എന്തിന് വലിയ അത്യാവശ്യമാണ്? പബ്ലിക് യൂട്ടിലിറ്റീസിന് എന്ന് വെച്ചാൽ റോഡുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, മനസ്സിലായില്ലേ, സ്കൂളുകളുടെ നിർമ്മാണം, ഇതൊക്കെ എന്താണ്? മൊണോപ്പൊളി അത്യാവശ്യം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിക്ക്, ഗവൺമെന്റ്, അപ്പോൾ ഇപ്പൊ നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ ആരുടെ കീഴിലാണ്? ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പബ്ലിക് യൂട്ടിലിറ്റീസ് ആണ്, അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇതിൽ ഇവിടെയൊക്കെ എന്താ അത്യാവശ്യമാണ്? മൊണോപ്പൊളി അത്യാവശ്യമാണ്. കാരണം അവിടെ കോമ്പറ്റീഷൻ വന്നാൽ പബ്ലിക് യൂട്ടിലിറ്റീസിന്റെ പ്രത്യേകത എന്താണ്? കുറഞ്ഞ വിലയ്ക്ക് ഇത് കൊടുക്കണം, ആളുകൾക്ക് ലഭ്യമാക്കണം, എല്ലാവർക്കും ലഭ്യമാക്കണം. അപ്പോൾ ഇവിടേക്ക് ആരെ കൊണ്ടുവന്നാൽ മൊണോപ്പൊളി ഇല്ലാതെ എന്ന് വെച്ചാൽ ആർക്കാണ് മൊണോപ്പൊളി വരുന്നത്? ഇവിടെ ഗവൺമെന്റിനാണ് മൊണോപ്പൊളി ഉള്ളത് പബ്ലിക് യൂട്ടിലിറ്റീസ് കേസിൽ. മറ്റുള്ള കമ്പനികൾക്കൊക്കെ തന്നെ മൊണോപ്പൊളി കൊടുത്താൽ, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് കമ്പനികൾക്ക് ഇത് അനുവദിച്ചു കൊടുത്താൽ കോമ്പറ്റീഷനിലൂടെ ഒരു പ്രൈസ് കൂടുതൽ മേടിക്കും. പബ്ലിക് യൂട്ടിലിറ്റീസ് ആകുമ്പോൾ എന്താണ്? കുറഞ്ഞ ചാർജ് മാത്രമേ ചുമത്താൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അതിന്റെ മൊണോപ്പൊളി ആര് കൈവശം വെച്ചേക്കും? ഗവൺമെന്റ്. അപ്പോൾ അതിന് മൊണോപ്പൊളി ഉണ്ട്, പക്ഷെ ആർക്കാണ് മൊണോപ്പൊളി? ഗവൺമെന്റിനാണ്. അപ്പോൾ എസെൻഷ്യൽ ഫോർ പബ്ലിക് യൂട്ടിലിറ്റീസ്. അപ്പോൾ ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, അല്ലേ, അതുപോലെ സർവൈവൽ ഡ്യൂറിംഗ് ഡിപ്രഷൻ, വിത്ത്സ്റ്റാൻഡ് ഫോറിൻ കോമ്പറ്റീഷൻ, ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്, എസെൻഷ്യൽ ഫോർ പബ്ലിക് യൂട്ടിലിറ്റീസ്. ഇതൊക്കെയാണ് മൊണോപ്പൊളിയുടെ ബെനിഫിറ്റ്സ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇന്ന് നോക്ക്, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, വില വിവേചനത്തിന്റെ അളവുകളാണ്. നമ്മൾ ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നോക്ക്. അപ്പോൾ ആദ്യം പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഡിസ്ക്രിമിനേഷന് പല ഡിഗ്രി ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഡിഗ്രി എന്താണ്? ഓക്കെ, ഇറ്റ് മീൻസ് when seller charge the maximum price that consumer is willing to pay, that is why consumer surplus will be zero. വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? ഇറ്റ് മീൻസ് when seller charge a maximum price, അതായത് സെല്ലർ, ദാറ്റ് മീൻസ് മൊണോപ്പൊളിസ്റ്റ്, മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യുന്നു. ദാറ്റ് കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ എന്ന് വെച്ചാൽ കൺസ്യൂമർ നൽകാൻ തയ്യാറാകുന്ന, ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റിന് നൽകാൻ തയ്യാറാകുന്ന മാക്സിമം പ്രൈസ് ഒരു സെല്ലർ അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് ഏൺ ചെയ്താൽ, ചാർജ് ചെയ്താൽ, അതിനെയാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഡക്റ്റിന് കൊടുക്കാൻ തയ്യാറാകുന്ന മാക്സിമം പ്രൈസ്, ചില പ്രോഡക്റ്റ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, അതിന് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന, നമ്മുടെ മനസ്സിലൊരു വിലയുണ്ട്, ഇത്രയും കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്കത് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ഈ നമ്മുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് ആര്? മൊണോപ്പൊളിസ്റ്റ് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന മാക്സിമം പ്രൈസ് ആരങ്ങ് ചാർജ് ചെയ്യും? ആ മൊണോപ്പൊളിസ്റ്റ് ചാർജ് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് വൈ കൺസ്യൂമർ സർപ്ലസ് വിൽ ബി സീറോ. അതുകൊണ്ട് കൺസ്യൂമർ സർപ്ലസ് എന്തായിരിക്കും? സീറോ. എന്ന് വെച്ചാൽ നമുക്ക് അധികം, ഇപ്പം ഞാനിപ്പോൾ കൊടുക്കാൻ തയ്യാറാകുന്ന വില ഒരു സാധനത്തിന് ഞാൻ വില്ലിംഗ് ടു പേ എന്ന് പറയുന്നത്, ഞാൻ കൊടുക്കാൻ തയ്യാറാകുന്ന വില എന്ന് പറയുന്നത് 50 രൂപയാണെന്ന് വെച്ചു. 50 രൂപയാണ്, ഞാൻ 50 രൂപയായാലും കുഴപ്പമില്ല, 50 രൂപയായാലും ഞാൻ മേടിക്കാം. പക്ഷെ കടയിൽ ചെന്നപ്പോൾ അതിന് എത്രയേ ഉള്ളൂ? 40 രൂപയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വൽ പ്രൈസ് എത്ര? 40. വില്ലിംഗ് ടു പേ എത്ര? 50. ബാക്കി എൻ്റെ വ്യത്യാസം എത്രയുടെ? 10 അല്ലേ? ഇറ്റ് ഈസ് കൺസ്യൂമർ സർപ്ലസ്. ഇതാണ് കൺസ്യൂമേഴ്സ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രോഡക്റ്റ് അങ്ങനെയല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ബാഗിനോ അല്ലെങ്കിൽ വേറെ ഏത് പ്രോഡക്റ്റോ ആയിക്കോട്ടെ, ഇപ്പോൾ ഫുഡ് ഐറ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ കടയിൽ നിന്ന് നമ്മൾ മനസ്സിൽ കാണാം ഈ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ ചെല്ലുമ്പോൾ ഇതിന് ഇത്ര രൂപയായിരിക്കും, അല്ലെ, ഇത്ര രൂപയാണെങ്കിൽ അത് മേടിക്കാം എന്ന് നമ്മൾ കരുതുമ്പോഴാണ് ആ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ആയില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് കൺസ്യൂമർ സർപ്ലസ്. ഇവിടെ എന്താണ്? നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന അതേ വില, അല്ലേ, നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന മാക്സിമം പ്രൈസ് അല്ലെങ്കിൽ വില്ലിംഗ് ടു പേ എന്ന് പറയും, നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന പ്രൈസ് ആര് പിന്നെ ഈടാക്കുന്നു, ചാർജ് ചെയ്യുന്നു? പിന്നെ മൊണോപ്പൊളിസ്റ്റ് ചാർജ് ചെയ്യുന്നു. അതാണ് പറയുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് സെല്ലർ ചാർജ് ദ മാക്സിമം പ്രൈസ്, ദാറ്റ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ. കൺസ്യൂമർ നൽകാൻ തയ്യാറാകുന്ന പ്രൈസ് എന്ത് ചെയ്യുന്നു? നൽകാൻ തയ്യാറാകുന്ന മാക്സിമം പ്രൈസ് അവർ ഈടാക്കുന്നു, മൊണോപ്പൊളിസ്റ്റ് ഈടാക്കുന്നു. അതിനെയാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ട് കൺസ്യൂമർ സർപ്ലസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇവിടെ കൺസ്യൂമർ സർപ്ലസ് മിച്ചമൊന്നുമില്ല, കൺസ്യൂമർ സർപ്ലസ് സീറോ ആയി. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ കൺസ്യൂമർ സർപ്ലസ് എന്തായിരിക്കും? സീറോ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്.
ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ കൺസ്യൂമർ സർപ്ലസ് എന്താണ്ട് 0 ആണ്. ഇതാ നോക്ക്, CS എന്തുവാ? കൺസ്യൂമർ സർപ്ലസ്. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാക്സിമം പ്രൈസ് ഓഫ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ. മാക്സിമം പ്രൈസ് ഓഫ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ മൈനസ് ആക്ച്വൽ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു കൺസ്യൂമർ നൽകാൻ തയ്യാറാകുന്ന പ്രൈസിൽ നിന്നും ആക്ച്വൽ പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കൺസ്യൂമർ സർപ്ലസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തയ്യാറാകുന്ന വില 50 രൂപ, ആക്ച്വൽ പ്രൈസ് 40. അപ്പോൾ 50 മൈനസ് 40 എത്ര? 10. ഇതാണ് കൺസ്യൂമർ സർപ്ലസ്. പക്ഷേ ഈ ഞാൻ നൽകാൻ തയ്യാറാകുന്ന മൊത്ത വിലയും അങ്ങ് ഈടാക്കി. ഞാൻ നൽകാൻ തയ്യാറാകുന്ന 50 രൂപയാണ്. ഈ 50 രൂപയും അങ്ങ് പിന്നെ ഈടാക്കിയാലോ, ചാർജ് ചെയ്താലോ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടോ? ഇല്ല. ഇനി in the case of first degree price discrimination, അല്ലേ, in the case of first degree price discrimination, actual price will be equal to the maximum price. Actual price maximum price എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലേ? ആക്ച്വൽ പ്രൈസ് മാക്സിമം പ്രൈസ് എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും, അല്ലേ? ആക്ച്വൽ പ്രൈസ് വിൽ ബി ഈക്വൽ ടു ദ മാക്സിമം പ്രൈസ് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ. അതായത് in the case of first degree price discrimination, actual price will be equal to the maximum price of consumer is willing to pay. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ആക്ച്വൽ പ്രൈസും കൺസ്യൂമർ വില്ലിംഗ്, അല്ലെ, പേ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള പ്രൈസും എന്തായിരിക്കും ഇവിടെ? സെയിം ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. മനസ്സിലായല്ലോ? ഇനി എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ബിഡിങ്. എന്താണ് ഇൻ കേസ് ഓഫ് ബിഡിങ്? അല്ലെങ്കിൽ ഓപ്ഷൻ സെയിൽ എന്ന് പറയും. ബിഡിങ് നമ്മൾ ലേലം വിളിക്കത്തില്ലേ? ലേലം വിളിക്കുമ്പോൾ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ നമ്മൾ എന്താ, ലേലം വിളിയുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ചിലർ നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കാറുണ്ട്, ഈ നമ്പേഴ്സ്, ഈ ലക്ഷറി വണ്ടിയൊക്കെ എടുത്തിട്ട് ആളുകൾ നമ്പേഴ്സ് ഈ ഓപ്ഷനിലൂടെ നേടിയെടുക്കും. ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ ഏതോ ഒരു നമ്പറിന് ഒരാൾ എന്ത് ചെയ്തു, 46,000 രൂപ കൊടുത്തെന്നോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്തെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ ലേലം വിളിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ ഒരാൾ വിളിക്കുന്നു, അടുത്ത ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അതിങ്ങനെ മത്സരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ പ്രൈസിൽ നമ്മൾ എത്തും. കാരണം നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയുണ്ട്, ഒരു 10 ലക്ഷം ആയാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ലേലം വിളിച്ച് എന്ത് ചെയ്യുന്നു? 10 ലക്ഷത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് ഈ ഓപ്ഷൻ സെയിൽ എന്ത് ചെയ്യുന്നു? പ്രൈസ് കൂടി പോയി എന്താണ്, നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന വില്ലിംഗ് ടു പേയും മാക്സിമം പ്രൈസ് എന്താണ്? ഈക്വൽ ആകുന്നു. അപ്പോൾ ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ അതിനപ്പുറം ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് കളഞ്ഞിട്ട് പോകും. പിന്നെ വേറെ മറ്റാളുകൾ തമ്മിൽ ഈ ഓപ്ഷൻ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ലേലം വിളിച്ച് എന്ത് ചെയ്യുന്നു? മാക്സിമം പ്രൈസ്, ഏറ്റവും കൂടുതൽ പ്രൈസ് കൊടുക്കുന്ന ആളിന് അത് കൊടുക്കും. അപ്പോൾ ഇതാണ് എന്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എക്സാമ്പിൾ. ഇൻ ദ കേസ് ഓഫ് ബിഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എക്സാമ്പിൾ ആണ്. അടുത്ത നോക്ക്, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നോക്ക്. ഇൻ ദിസ് കേസ് ദ സെല്ലർ ചാർജസ് ഡിഫറെന്റ് പ്രൈസസ് ഫോർ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻ ദിസ് കേസ് സെല്ലർ ചാർജസ് ഡിഫറെന്റ് പ്രൈസസ് ഫോർ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്. വ്യത്യസ്ത അളവുകൾക്ക് വ്യത്യസ്ത പ്രൈസ് ഈടാക്കുന്നു. മനസ്സിലായില്ലേ? വ്യത്യസ്ത അളവുകളിൽ വ്യത്യസ്ത പ്രൈസ് ഈടാക്കുന്നു. ഇതിനെയാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. അതായത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു 5 എണ്ണം എടുക്കുമ്പോൾ 1 എണ്ണം ഫ്രീ. 5 എണ്ണം എടുക്കുമ്പോൾ 1 എണ്ണം ഫ്രീ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നോട്ട്ബുക്കിൻ്റെ സമയത്ത് നിങ്ങളെയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ എടുക്കുക, 5 എണ്ണം എടുക്കുമ്പോൾ 5 എണ്ണം ഫ്രീ, അല്ലെങ്കിൽ 10 എണ്ണം എടുക്കുമ്പോൾ 10 എണ്ണം ഫ്രീ എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ മാർക്കറ്റൊക്കെ ഓഫർ ഇട്ടിരുന്ന് കാണും. നിങ്ങളൊക്കെ മേടിച്ച് കാണും ചിലപ്പോൾ. അപ്പോൾ അതെന്താണ്? ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അവിടെ എന്തേ കിട്ടത്തുള്ളൂ? 5 എണ്ണം എടുത്താൽ മാത്രമേ 5 എണ്ണം ഫ്രീ കിട്ടത്തുള്ളൂ. അപ്പോൾ 5 എണ്ണം മേടിക്കാതെ 4 ബുക്ക് മേടിച്ചാൽ ബാക്കി കിട്ടുമോ? അവിടെ ആ ഡിസ്കൗണ്ട് കിട്ടില്ല. അപ്പോൾ അതെന്താണ്? ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലേ? 5 എണ്ണം മേടിക്കാത്തവർക്കും ബാക്കിയുള്ളവർ പറയുന്ന ബാക്കി സിംഗിൾ പ്രൈസ്, ഓരോന്നിൻ്റെയും സിംഗിൾ പ്രൈസ് കൊടുക്കേണ്ടി വരും. 5 എണ്ണം മേടിക്കുമ്പോൾ 5 എണ്ണം കൂടി ഫ്രീ. അപ്പോൾ 5 എണ്ണം മേടിക്കുന്നവർക്കാണ് ഇതിലുള്ളത്, ബാക്കി ഇല്ലാത്തവർക്കില്ല. അപ്പോൾ അതെന്താണ്? ക്വാണ്ടിറ്റിയുടെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലേ? ക്വാണ്ടിറ്റിയുടെ ബേസ്. ഇപ്പോൾ 1 എണ്ണം മേടിക്കുന്നവർക്ക് 1 എണ്ണം കൂടി ഫ്രീ കൊടുക്കത്തില്ല അവർ. 5 എണ്ണം മേടിച്ചാൽ 5 എണ്ണം ഫ്രീ ആണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് ഡിസ്ക്രിമിനേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് കേസ് സെല്ലർ ചാർജസ് ഡിഫറെന്റ് പ്രൈസ് ഫോർ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ വ്യത്യസ്ത ക്വാണ്ടിറ്റി മേടിക്കുന്ന, ബൾക്ക് ക്വാണ്ടിറ്റി മേടിക്കുന്നവർക്ക് വില കുറച്ച്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വില കുറവല്ലേ? ഇവിടെ വില കുറവാണ്. അപ്പോൾ അത് ക്വാണ്ടിറ്റിയുടെ ബേസിസിലുള്ള എന്ത് ഡിസ്ക്രിമിനേഷൻ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നോക്കിയേ. അണ്ടർ ദിസ് മെത്തേഡ് ദ മോണോപോളിസ്റ്റ് ഡിവൈഡ്സ് ദ മാർക്കറ്റ് ഇൻ ടു ഡിഫറെന്റ് കൺസ്യൂമർ ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ മെത്തേഡിൽ അല്ലെ, മോണോപോളിസ്റ്റ് ഡിവൈഡ്സ് മാർക്കറ്റ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. മാർക്കറ്റിനെ അവർ ഈ മെത്തേഡിൽ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ഇവർ മാർക്കറ്റിനെ പല ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ബേസ്ഡ് ഓൺ ദെയർ ഏജിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കും. അതുപോലെ ജെൻഡർ മീൻസ് സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ തിരിക്കും.
ലൊക്കേഷൻ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തിരിക്കാം. ആൻഡ് ചാർജ് ഡിഫറൻറ്റ് പ്രൈസ് ടു ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പ്. അപ്പോൾ ഈ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മൊണോപ്പൊളിസ്റ്റ് കസ്റ്റമേഴ്സിനെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ആ ഗ്രൂപ്പ് തിരിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? ഏജ് വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നു, ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നു, ലൊക്കേഷൻ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രൈസ് ഈടാക്കും. മനസ്സിലായില്ലേ? എക്സാമ്പിൾ എന്താ? തിയേറ്റർ ടിക്കറ്റ് ചാർജ്. നമുക്കറിയാം കുട്ടികൾക്കൊരു ചാർജ് അല്ലേ, മുതിർന്നവർക്ക് മറ്റൊരു ചാർജാണ്. അപ്പോൾ എന്താണ്? അത് പല ഏജ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ടിക്കറ്റ് ചാർജ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് എടുക്കുന്ന കുട്ടികൾക്ക് അല്ലെ 10 വയസ്സ് ഒറ്റമല്ലേ, 10 വയസ്സ് വരെ ഒരു ചാർജും അതിനുശേഷം മറ്റൊരു ചാർജും, അല്ലെങ്കിൽ 10 വയസ്സല്ലെന്ന് തോന്നുന്നല്ലേ, 5 വയസ്സോ മറ്റോ, അതോ 3 വയസ്സോ, അങ്ങനെ കുട്ടികൾക്കൊരു ചാർജും അതുപോലെ മുതിർന്നവർക്ക് മറ്റൊരു ചാർജും. ഇതാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷനാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്ക് ടൈപ്സ് ഓഫ് മൊണോപ്പൊളി. ഇതൂടെ ആകുമ്പോൾ മൊണോപ്പൊളി മാർക്കറ്റ് കഴിയും. ടൈപ്സ് ഓഫ് മൊണോപ്പൊളി നോക്കാം. നാച്ചുറൽ മൊണോപ്പൊളി ഒരു മൊണോപ്പൊളിയാണ്. നാച്ചുറൽ മൊണോപ്പൊളി നോക്കി. ഇറ്റ് ഒക്കേഴ്സ് when a single firm can supply the entire market at a lower cost than multiple competing firms. അപ്പോൾ എന്താണ് നാച്ചുറൽ മൊണോപ്പൊളി എന്ന് വെച്ചാൽ? when a single firm, ഒരു ഫേമിന് can supply the entire market, അതായത് മൊത്തം മാർക്കറ്റിന് വേണ്ടി ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? സപ്ലൈ ചെയ്യാൻ പറ്റും. at a lower cost, കുറഞ്ഞ ചിലവിൽ, than the multiple competing firms. അതായത് മൾട്ടിപ്പിൾ കോമ്പീറ്റിംഗ്, ഒന്നിലധികം മറ്റ് ഒരുപാട് കോമ്പീറ്റിംഗ് ഫേംസ് ഉണ്ട്. അവരെക്കാൾ ഉപരി ഏതെങ്കിലും ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞ ചിലവിന് മൊത്തം സാധനങ്ങളും സപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മൊണോപ്പൊളിക്ക്, അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന മൊണോപ്പൊളിയാണ് നാച്ചുറൽ മൊണോപ്പൊളി. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടൊരു മൊണോപ്പൊളിയിലേക്ക് വരുന്നു. ഇപ്പം നിങ്ങളൊരു സ്ഥാപനം, നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ മൊത്തം ഏതെങ്കിലും ഒരു സാധനം മൊത്തത്തിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും, മറ്റുള്ള ഫേംസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ, കുറഞ്ഞ ചിലവിൽ സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റൂലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് പറ്റില്ല. കാര്യം എന്താണ്? നിങ്ങളെപ്പോലെ കുറഞ്ഞ ചിലവിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റ് വിട്ട് പോകും. അപ്പോൾ അവസാനം നിങ്ങൾ മാത്രമായി. അപ്പോൾ ഒരു മൊണോപ്പൊളിയായി മാറിയില്ലേ? നിങ്ങൾ മൊണോപ്പൊളിസ്റ്റായി മാറി. പിന്നീട് നിങ്ങൾക്ക് ഉയർന്ന വില ഈടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വില കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, ലോവർ കോസ്റ്റ് ആയതുകൊണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? occurs when a single firm can supply the entire market, മൊത്തം മാർക്കറ്റിന് വേണ്ടി ഒരു സിംഗിൾ ഫേമിന് സപ്ലൈ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അറ്റ് എ ലോവർ കോസ്റ്റ്, കുറഞ്ഞ ചിലവിൽ. ആരെക്കാൾ? ദാൻ മൾട്ടിപ്പിൾ കോമ്പീറ്റിംഗ് ഫേംസ് മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതലുള്ള കോമ്പീറ്റിംഗ് ഫേംസിനേക്കാൾ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ മൊത്തവും നിങ്ങൾക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തായി മാറും? ഒരു മൊണോപ്പൊളിസ്റ്റായി മാറും. ബാക്കിയുള്ള കോമ്പീറ്റിംഗ് ഫേംസ് ഒക്കെ പൂട്ടിപ്പോകേണ്ടി വരും. ഇങ്ങനെ ഉണ്ടാകുന്ന മൊണോപ്പൊളിയാണ് നാച്ചുറൽ മൊണോപ്പൊളി. എക്സാമ്പിൾ നോക്ക്. ഇലക്ട്രിസിറ്റി സപ്ലൈ, വാട്ടർ സർവീസസ്, റെയിൽവേസ്. ഇതൊക്കെ എന്താണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ, വാട്ടർ സർവീസസ്, റെയിൽവേസ്, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ മൊണോപ്പൊളിയാണ്. ഇനി ലീഗൽ മൊണോപ്പൊളി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മൊണോപ്പൊളി എന്ന് പറയും. നോക്ക്. ക്രിയേറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ ഓർ ഗവൺമെന്റ് റെഗുലേഷൻ. അപ്പോൾ ഈ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന എന്തിലൂടെയാണ്? ക്രിയേറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ, നിയമം മൂലം അല്ലെങ്കിൽ ഗവൺമെന്റ് റെഗുലേഷൻ മൂലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മൊണോപ്പൊളിയാണ് ലീഗൽ മൊണോപ്പൊളി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മൊണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ ലീഗൽ മൊണോപ്പൊളി ഓർ സ്റ്റാറ്റ്യൂട്ടറി മൊണോപ്പൊളി എന്താണ്? ക്രിയേറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ ഓർ ഗവൺമെന്റ് റെഗുലേഷൻ, നിയമം മൂലം അനുവദിച്ചു കൊടുക്കുന്ന മൊണോപ്പൊളി. മനസ്സിലായില്ലേ? അതാണ് ലീഗൽ മൊണോപ്പൊളി. എക്സാമ്പിൾ പേറ്റന്റ്സ്, കോപ്പിറൈറ്റ്സ്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. പേറ്റന്റ് കൊടുക്കുന്നതിലൂടെ, കോപ്പിറൈറ്റ് കൊടുക്കുന്നതിലൂടെ ഗവൺമെന്റ് നിയമം മൂലം അനുവദിച്ചു കൊടുക്കുന്നതാണ് ലീഗൽ മൊണോപ്പൊളി എന്ന് പറയും. അടുത്ത ടെക്നോളജിക്കൽ മൊണോപ്പൊളി എന്താണ്? occurs when a firm controls unique production technology or process. When a firm controls a unique production technology or process. അതായത് ഏതെങ്കിലും ഒരു ഫേം യുണീക്കായിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് വെച്ചാൽ അവരുടേത് മാത്രമായ, വ്യത്യസ്തമായിട്ടുള്ള, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രോസസ്സോ അവർ ഓൺ ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ടെക്നോളജിയിലും ആ ടെക്നോളജി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിലും അവർക്ക് മാത്രമായിട്ടൊരു കൺട്രോൾ വരും. ഇറ്റ് ഈസ് കാൾഡ് ടെക്നോളജിക്കൽ മൊണോപ്പൊളി.
അടുത്ത വോളണ്ടറി മൊണോപ്പൊളി ഓർ ജോയിന്റ് മൊണോപ്പൊളി. എന്താ അത്? ക്രിയേറ്റഡ് വെൻ ഫേംസ് വോളണ്ടറിലി കം ടുഗദർ ടു കൺട്രോൾ ദ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ചില എണ്ണത്തിൽ കുറഞ്ഞ പിന്നെ ഫേംസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുറച്ച് ഫേംസ്, ഇപ്പോൾ 4-5 ഫേംസേ കാണുന്നു വെച്ചോ ഒരു മാർക്കറ്റിൽ. അപ്പോൾ അത് ഒരിക്കലും മൊണോപ്പൊളി അല്ല, 4-5 ഫേംസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? വോളണ്ടറിലി കം ടുഗദർ, ഇവർ ഒരുമിച്ച് ചേരുന്നു. ഇവർ ഈ 4-5 ഫേംസ് ഒരുമിച്ച് ചേരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മൊബൈൽ കമ്പനികളുണ്ടല്ലോ, ഈ നമ്മളെ ഈ മൊബൈൽ കമ്പനിയും ഈ അതൊക്കെയാണ് ജിയോ, അതുപോലെ എയർടെൽ, അതുപോലെ പിന്നെ ഏതാണ് പിന്നെ VI അല്ലേ. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ചാർജ് വർദ്ധിപ്പിക്കുന്ന എന്താണ്? ഒരേ സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? മൊബൈൽ ചാർജ് വർദ്ധിപ്പിക്കുന്നത്. കാരണം ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവർ റേറ്റ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു പിന്നെ കസ്റ്റമറിന് ഒരു കണക്ഷനിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് മാറാനുള്ള സമയമില്ല. ഇതുപോലെ മറ്റ് ഫേംസും ഇതുപോലെ ചെയ്യാറുണ്ട്. അതായത് ക്രിയേറ്റഡ് വെൻ ഫേംസ് വോളണ്ടറിലി കം ടുഗദർ, അവർ ബോധപൂർവം ഫേംസ് എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേരുന്നു ടു കൺട്രോൾ ദ മാർക്കറ്റ്. എന്തിനെ? മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇനി പുതിയൊരു ഫേം വരുമ്പോഴും ഇവർ ഇതുപോലെ ചെയ്യും. പുതിയൊരു ഫേം വരികയാണെങ്കിൽ അവരെ ഓടിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? റേറ്റ് കുറയ്ക്കും. അപ്പോൾ പുതിയൊരു ഫേംസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അവർ പോകേണ്ടി വരും. അപ്പോൾ ഇവരെ ഒരുമിച്ച് ചേർന്നിട്ട് പിന്നീട് അത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുക. അതുപോലെ ഇങ്ങനെ വില നിർണ്ണയത്തിലും ഇങ്ങനെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനിലൊക്കെ ഇവർ ഒരുമിച്ച് ചേർന്നിട്ട് വില നിർണ്ണയിക്കും. അപ്പോൾ അവരെന്തായി മാറി? ഒറ്റ ഫേം പോലെ അവർ ഓപ്പറേറ്റ് ചെയ്യും പ്രൈസിൻ്റെ കാര്യത്തിൽ, ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ. ഇതാണ് വോളണ്ടറി മൊണോപ്പൊളി, ജോയിന്റ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് OPEC അല്ലേ, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ്. OPEC എന്ന് പറയും. ഇത് 10-13 രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ്. അതായത് ഇവിടെ പിന്നെ ലോകത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിർണ്ണയിക്കുന്നത് ആരാണ്? OPEC ആണ്. അല്ലെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ് ആണ്. അല്ലെ നമ്മളെ ഈ ഗൾഫ് കൺട്രീസ്, അതുപോലെ ഈ പിന്നെ ഇവരൊക്കെ ഉണ്ട്, നൈജീരിയ, അതുപോലെ അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ഇവരൊക്കെ അതുപോലെ വെനിസ്വല, ഇവരൊക്കെ ചേർന്നാണ് OPEC എന്ന് പറയുന്നത്. ഗൾഫ് കൺട്രീസും ഈ പറയുന്ന കുറേ ആഫ്രിക്കൻ കൺട്രീസും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ ഈ പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? പെട്രോളിൻ്റെ വില കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത്. വെച്ചാൽ ലോകത്ത് തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില നിശ്ചയിക്കുന്നത് ഇവർ, അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വില നിശ്ചയിക്കുന്ന OPEC ആണ്. കാരണം എന്താണ്? ഒരു ജോയിൻ്റ് ആയിട്ടൊരു മൊണോപ്പൊളി ആയിട്ട് പ്രവർത്തിക്കുന്നു. മനസ്സിലായല്ലോ? അടുത്ത പ്യുവർ മൊണോപ്പൊളി. എന്താ പ്യുവർ മൊണോപ്പൊളി? ഓൺലി വൺ സെല്ലർ ഇൻ ദ എൻറ്റയർ മാർക്കറ്റ് വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. മൊത്തം മാർക്കറ്റിൽ ഒരേ ഒരു സെല്ലർ, അവരുടെ പ്രോഡക്റ്റിന് എന്തില്ല? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇല്ല. ഇതാണ് പ്യുവർ മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുണ്ട് ജിയോഗ്രഫിക് മൊണോപ്പൊളി. ജിയോഗ്രഫിക് മൊണോപ്പൊളി എന്താ? ജിയോഗ്രഫിക് മൊണോപ്പൊളി എക്സിസ്റ്റ് ബിക്കോസ് എ ബിസിനസ് ഈസ് ദ ഓൺലി വൺ ഇൻ എ സ്പെസിഫിക് ലൊക്കേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക ലൊക്കേഷനിൽ ഒരേ ഒരു ബിസിനസ് മാത്രമാണെങ്കിൽ, അല്ലെ എക്സിസ്റ്റ് ബിക്കോസ് എ ബിസിനസ് ഈസ് ഓൺലി ദ വൺ ഇൻ ദ സ്പെസിഫിക് ലൊക്കേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഒരേ ഒരു ഫേം മാത്രമേ ഉള്ളെങ്കിൽ അതാണ് ജിയോഗ്രഫിക് മൊണോപ്പൊളി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഫേം മാത്രം, അതാണ് ജിയോഗ്രഫിക് മൊണോപ്പൊളി. അടുത്ത പബ്ലിക് മൊണോപ്പൊളി. ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന്റെ മൊണോപ്പൊളിയാണ് എന്തെന്ന് പറയുന്നത്? പബ്ലിക് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേ, പബ്ലിക് ഇലക്ട്രിസിറ്റി ബോർഡ്സ്, നമ്മുടെ KSEB ഉണ്ടല്ലോ, KSEB, ഇതൊക്കെ എന്താണ്? ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ സോളാറും മറ്റൊക്കെ വരുന്നുണ്ട് എങ്കിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്താണ്? കേരളത്തിൽ KSEB ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ റെയിൽവേ, ഇവരൊക്കെ എന്താണ്? പബ്ലിക് മൊണോപ്പൊളി. ഇതിന്റെ ഗവൺമെന്റ് ആണ് ഇതിന്റെ കൺട്രോൾ, അതാണ് പബ്ലിക് മൊണോപ്പൊളി. ഇത്രയുമാണ് മൊണോപ്പൊളി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 മാർക്കറ്റ് കഴിഞ്ഞു: പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ്.